നിന്നിലേക്ക് ഭാഗം 37. ശിവയുടെ വീട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയിലാണ് മിത്രയും ശിവയും. അച്ഛൻ്റെ ഒപ്പം 2 ദിവസം നിൽക്കണമെന്ന് മിത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ശിവയില്ലാതെ അവിടെ നിൽക്കാൻ അവൾക്കും കഴിയുമായിരുന്നില്ല. ഗോവിന്ദനോട് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ശിവ അവളോട് 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അവൾ അവനെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇടയ്ക്ക് വരാച്ചേ. അച്ഛ, ശരീരം ശ്രദ്ധിക്കണേ, ഞാൻ വിളിച്ചോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. അദ്ദേഹം പുഞ്ചിരിയോടെ തലകുലുക്കി. അവൻ അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ആ അച്ഛന് എന്നോ അറിയാവുന്നതാണ്. ഇപ്പോൾ 2 പേർക്കൊപ്പവും നിൽക്കണമെന്ന അവളുടെ മനസ്സും അതുകൊണ്ട് അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു. അയാൾ പുഞ്ചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. ബൈക്കിൽ അല്പദൂരം പോയിട്ടും മിത്ര അവനോടൊന്നും സംസാരിച്ചിരുന്നില്ല. മുഖമാണെങ്കിൽ വീർത്തിരിക്കുന്നുണ്ട്. മിററിലൂടെ അവളുടെ മുഖം കണ്ട അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൻ വയറിലിരിക്കുന്ന അവളുടെ കൈകൾക്ക് മുകളിൽ കൈയമർത്തി. മിത്ര അവനെ നോക്കി. എന്തുപറ്റി? അവൻ സംശയത്തോടെ ചോദിച്ചു. ദത്തേട്ടന് ഞാനില്ലാതപ്പോൾ വീട്ടിൽ നിൽക്കാൻ കുഴപ്പമില്ലേ? അവൾ വാടിയ മുഖത്തോടെ ചോദിച്ചു. അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. പിന്നീട് മിത്രയും ഒന്നും പറയാൻ പോയില്ല. അവൾ അവൻ്റെ പുറത്തേക്ക് തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു. കുറച്ചു ദൂരം കൂടെ പോയതും ശിവ ഒരു മൊബൈൽ ഷോപ്പിന് മുന്നിൽ നിന്നും അല്പം മാറി ബുള്ളറ്റ് നിർത്തി. മിത്ര സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇറങ്ങ്, അവൻ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് താഴെ ഇറങ്ങി. അവൻ ബുള്ളറ്റ് സൈഡാക്കി അവളുടെ മുന്നിലായി വന്നു നിന്നു. അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാട്ടോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. എങ്ങോട്ടാ? അവൾ ചോദിച്ചു. ഇപ്പം വരാ, അവൻ പുഞ്ചിരിച്ചു. അവൾ അവനെ നോക്കി തലയാട്ടി. പെട്ടെന്ന് അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചു. മിത്ര അവനെ മിഴിച്ചു നോക്കി. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയാണ്. നീ കൂടെയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല ശ്രീ. എപ്പോഴും നീ എൻ്റെ അരികിൽ തന്നെ വേണമെന്ന് എനിക്ക്. പക്ഷേ അച്ഛനെ വിട്ട് വരാനുള്ള നിൻ്റെ വിഷമം കണ്ടതുകൊണ്ടാണ് ഞാൻ നിന്നോട് അവിടെ നിന്നോളാൻ പറഞ്ഞത്. അവൻ ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞപ്പോൾ മിത്രയുടെ മുഖം വിടർന്നുപോയി. അവൾ പുഞ്ചിരിയോടെ തലകുലുക്കി. അവൻ അവളുടെ കവിളിലൊന്ന് തട്ടി. നീ ഇവിടെ നിൽക്കട്ടോ, ഞാനൊന്ന് ആ മൊബൈൽ ഷോപ്പ് പോയിട്ട് വരാം. അവൻ കുറച്ച് മാറിയുള്ള ഷോപ്പിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് അത് പറഞ്ഞത്. എന്തിനാ ദത്തേട്ടാ? അവൾ നെറ്റി ചുളിച്ചു. എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ്, അതൊന്ന് കാണിച്ചിട്ട് വരാം, അവൻ പറഞ്ഞു. ഞാൻ കൂടെ വരാൻ ദത്തേട്ടാ, അവളും പറഞ്ഞു നോക്കി. ഞാൻ ദേ ഇപ്പം ഇങ്ങോട്ട് വരാ ശ്രീ, നീ ഇവിടെ ഒരു സൈഡിൽ നിൽക്കട്ടോ, അവൻ അവളിൽ നിന്നും എന്തോ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. അവൻ തന്നോടെന്തോ മറച്ചു പിടിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അവൾ വെറുതെ തലകുലുക്കി കൊടുത്തു. ശിവ അവളെ ഒന്ന് നോക്കി മൊബൈൽ ഷോപ്പിലേക്ക് കയറി. മിത്ര ഓരോന്ന് ആലോചിച്ച് അവിടെ തന്നെ നിന്നു. അല്പനേരം കഴിഞ്ഞതും ശിവ ഷോപ്പിൽ നിന്നും ഇറങ്ങി വന്നു. അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ട്. അവൻ്റെ മുഖത്ത് അപ്പോഴും ഒരു പുഞ്ചിരിയാണ്. അതേ പുഞ്ചിരിയോടെ അവൻ മിത്രയെ നോക്കി. അവളെന്തോ അപ്പോഴും ആലോചിച്ചു നിൽക്കുന്നുണ്ട്. അവനൊരു ചിരിയോടെ അവൾക്ക് അടുത്തേക്ക് നടക്കുമ്പോഴേക്കും അവൾക്ക് എതിർവശത്തു കൂടി സ്പീഡിൽ പാഞ്ഞു വരുന്ന ഒരു കാറ് കണ്ട് ശിവ ഒരു നിമിഷം പകച്ചുപോയി. ശ്രീ, അവൻ്റെ ചുണ്ടുകൾ പേടിയോടെ ചലിച്ചു. ശിവ കയ്യിലെ കവർ താഴേക്കിട്ട് പെട്ടെന്ന് അവൾക്ക് അടുത്തേക്ക് ഓടി. ശ്രീ, അവൻ ഉറക്കെ അലറി. മിത്ര ഞെട്ടലോടെ ശിവയെ നോക്കി. അപ്പോഴാണ് അവളും അടുത്തേക്ക് പാഞ്ഞു വരുന്ന കാറ് കാണുന്നത്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ മിത്ര വിറച്ചുപോയി. അപ്പോഴേക്കും ശിവ അവളെ പിടിച്ചു വലിച്ച് സൈഡിലേക്ക് ഇട്ടിരുന്നു. മിത്രയോടൊപ്പം ശിവയും റോഡിന് സൈഡിലേക്ക് വീണുപോയി. ശിവ നിലത്തുനിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് മിത്രയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മിത്ര പകപ്പോടെ അപ്പോഴും അവനെ നോക്കുന്നുണ്ട്. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദത്തേട്ടാ, അവൾ വിറയലോടെ വിളിച്ചു. ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. പേടികൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ശിവ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. താൻ അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ. അവൻ്റെ ശരീരം ആ ഓർമ്മയിൽ പോലും വിറച്ചുപോയി. അവൻ്റെ കണ്ണുകൾ മിത്രയ്ക്ക് നേരെ പാഞ്ഞു വന്ന കാറിലേക്ക് നീണ്ടു. കുറച്ചു മാറി ആ കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. പദ്ധതി നടക്കാത്ത വിഷമം പോലെ. അവൻ നോക്കുന്നത് കണ്ടതും അവരെ നോക്കി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ പെട്ടെന്ന് കാർ മുന്നോട്ടെടുത്തു. കാറിലിരുന്നിരുന്ന ആളെ കണ്ടതും ശിവയുടെ മുഖം വലിഞ്ഞു മുറുകി. അപ്പോഴേക്കും ആളുകൾ അവർക്ക് ചുറ്റും കൂടിയിരുന്നു. ശിവ ആരെയും ശ്രദ്ധിക്കാതെ മിത്രയെ പെട്ടെന്ന് കയ്യിൽ പിടിച്ചുയർത്തി നിലത്തുനിന്നും എഴുന്നേറ്റു. മിത്ര ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? അവിടെ കൂടി നിന്നവരിൽ ഒരാൾ ചോദിച്ചു. ഇല്ല, അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവളുമായി അവരുടെ ബുള്ളറ്റിനടുത്തേക്ക് പോയി. ഒരു പയ്യൻ നിലത്ത് കിടക്കുന്ന കവറ് കൊണ്ടുവന്ന് ശിവയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ശിവ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു.
ശ്രീ കയറ് പോവാം, അവൻ പറഞ്ഞു. അവൾ മൂളി. അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കിയതും അവൾ പുറകിലേക്കിരുന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. വീട്ടിലെത്തുന്നത് വരെയും രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. രണ്ടാളുടെയും ഉള്ളിൽ കുറച്ചു മുന്നേ നടന്ന സംഭവം മാത്രമായിരുന്നു. മിത്ര ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിയതും അവനും ഇറങ്ങി അകത്തേക്ക് കയറി ഡോറടച്ചു. മിത്ര അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് കയറിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദത്തേട്ടനപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അവൾ ഒന്ന് തേങ്ങിപ്പോയി. അവൾ അലമാരയിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ പോയി ചേഞ്ച് ചെയ്തു വന്നു. അപ്പോഴും അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തളം കെട്ടിയിരുന്നു. അവൾ കണ്ണാടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കെൻ്റെ ദത്തേട്ടൻ്റെ കൂടെ കുറേ കാലം ജീവിക്കണം. ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഞാൻ. അവൾ വെറുതെ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. വയറിലൂടെ ഒരു കൈ ചുറ്റുന്നത് മിത്ര അറിഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ശിവ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. പേടിച്ചുപോയോ? അവൻ നേർത്ത സ്വരത്തിൽ ചോദിച്ചു. അവൾ തേങ്ങലോടെ മൂളി. എന്തിന്? ഞാനില്ലേ? അവൻ്റെ ശബ്ദം ആർദ്രമായിരുന്നു. അവൾ അങ്ങനെ തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. അവൻ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ഞാൻ പേടിച്ചു ദത്തേട്ടാ. ഞാൻ സൈഡിൽ തന്നെ നിന്നേ. എന്നിട്ടും അപ്പോൾ ദത്തേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ? അവൾ വിറയലോടെ പറഞ്ഞു. ഏയ് ഒന്നുമില്ല ശ്രീ, ദത്തേട്ടൻ വന്നില്ലേ? നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അവൻ അവളുടെ പുറത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു. മറുപടിയായി അവൾ അവൻ്റെ നെഞ്ചിലൊന്ന് ചുംബിച്ചു. പോട്ടടി പെണ്ണെ, ഡ്രൈവ് ചെയ്യുന്നവൻ ശ്രദ്ധിച്ചു കാണില്ല, നീ അത് വിട്ടുകളാ. അല്ലെങ്കിലും ഓരോ സാധനങ്ങൾ തലയെ കുടുങ്ങിയ അങ്ങനൊന്നും ഒഴിഞ്ഞു പോവില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട, അവൻ കുറുമ്പോടെ പറഞ്ഞു. മിത്ര മുഖം വീർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ കവിളിങ്ങനെ വീർപ്പിക്കാതടി ഉണ്ടക്കണ്ണി. അവൻ ചിരിച്ചു. അവളൊന്നുയർന്ന് ദേഷ്യത്തോടെ അവൻ്റെ കവിളിൽ അമർത്തി കടിച്ചു. ആ, അവൻ വേദനയോടെ പറഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. എന്തിനാടി എന്നെ കടിച്ചത്? അവൻ കവളൊഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. ദത്തേട്ടനപ്പോ ഞാൻ ഒഴിഞ്ഞു പോണെന്നാണോ? അവൾ കണ്ണുരുട്ടി. അത് കണ്ട് അവന് ചിരി വന്നു. എൻ്റെ പെണ്ണെ, ഒരിക്കൽ എന്നെ വേദനിപ്പിച്ചോണ്ട് ഒഴിഞ്ഞു പോയതല്ലേ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന്. എന്നിട്ടും ഞാൻ നേടിയെടുത്തതല്ലേ. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു പോവാൻ ഞാൻ സമ്മതിക്കുവടി ഉണ്ടക്കണ്ണി. അവൻ കുറുമ്പോടെ ചോദിച്ചു. അവളുടെ ചുണ്ടിലും ഒരു ചിരി മുട്ടിട്ടു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവൾ ചിരിയോടെ ശിവയെ നോക്കി. അച്ഛയെ വിളിച്ചു പറയും ദത്തേട്ടാ, നമ്മൾ വീട്ടിലെത്തിയെന്ന് എന്നോട് പറഞ്ഞതാ വിളിക്കാൻ. അവൾ പറഞ്ഞു. നീ തന്നെ പറഞ്ഞോ? അവൻ ചിരിയോടെ അവളെ നോക്കി. എന്നാ ദത്തേട്ടൻ്റെ ഫോണിതാ. അവൾ അവന് നേരെ കൈ നീട്ടി. വാ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിൽ ചെന്നിരുന്നു. ഇത് നിനക്കാ. അവൻ അവൾക്ക് നേരെ ഒരു മൊബൈൽ ബോക്സ് നീട്ടി. മിത്ര വിടർന്ന കണ്ണോടെ അവനെ നോക്കി. എനിക്കാണ് ദത്തേട്ടാ? ഇത് വാങ്ങാനാണോ അപ്പോൾ എന്നെ അവിടെ നിർത്തിപ്പോയത്? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. അതേടി, എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ അച്ഛയെ വിളിക്കാനൊക്കെ തോന്നില്ലേ, അതുകൊണ്ട് വാങ്ങിച്ചതാ. അവൻ ചിരിയോടെ പറഞ്ഞു. അവൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. എനിക്ക് ഫോണുണ്ടല്ലോ, ദത്തേട്ടൻ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കാത്തോണ്ടല്ലേ? അവൾ ഗൗരവത്തോടെ ചോദിച്ചു. അന്ന് അങ്ങനെ തോന്നി. ആ, അത് പോട്ടെ, മൊബൈൽ ഇഷ്ടമായൊന്ന് തുറന്നു നോക്ക്. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് പെട്ടെന്ന് ബോക്സ് ഓപ്പണാക്കി നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. ഇഷ്ടായോ? തൽക്കാലം ഇതുപോരെ? അവൻ കുറുമ്പോടെ ചോദിച്ചു. എനിക്കിഷ്ടായി. സർപ്രൈസായി തന്നതല്ലേ? അവളിലും അതേ കുറുമ്പ്. അപ്പോൾ നിനക്ക് സർപ്രൈസ് തന്നതിന് പകരം എനിക്കെന്താ തരുന്നേ? അവനിൽ കള്ളച്ചിരി. ഉമ്മ തരാം. അവൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. എന്നാ ദാ ഇവിടെ താ. അവൻ അവൻ്റെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ദത്തേട്ടാ. മിത്ര ചിണുങ്ങി. ഓ, പറ്റില്ലെങ്കിൽ വേണ്ട. അവൻ മുഖം വീർപ്പിച്ചു. മിത്രയ്ക്ക് ചിരി വന്നു. അവൾ ഫോണ് മാറ്റി വെച്ചുകൊണ്ട് അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. ശിവയുടെ മുഖം വിടർന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് അവൻ്റെ ചുണ്ടിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അകന്നു മാറി. ശിവ ചുണ്ട് കടിച്ചുകൊണ്ട് അവളെ കള്ളച്ചിരിയോടെ നോക്കി. അതുകണ്ട് അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവനെ ചുറ്റിപ്പിടിച്ചു. ശിവയുടെ കൈകളും അവളെ വരിഞ്ഞു മുറുക്കി. അതുവരെ അവളെ നോക്കി ചിരിയോടെ ഇരുന്നിരുന്ന അവൻ്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. മിത്രയെ ഇടിക്കാൻ കാറുമായി പാഞ്ഞു വന്ന ആളുടെ മുഖമോർക്കവേ ദേഷ്യമുള്ളിൽ ആളിക്കത്തുന്നു. ഗിരീഷ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാതെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നൂലേ? അതും എൻ്റെ പെണ്ണിനെ അപകടപ്പെടുത്താൻ നോക്കിക്കൊണ്ട്. തെറ്റ് ചെയ്യുന്നു ഗിരീഷ് നീ. എൻ്റെ പ്രാണനാണ് ഇവളെന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും നീ തെറ്റ് ചെയ്യുന്നു. അവൻ്റെ പല്ലുകൾ മുറുകി. നീയായിട്ട് വരുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ വേണ്ടാന്ന് വെക്കും? ഇനി നമുക്ക് നേരിൽ കാണാം. അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു കലങ്ങി. അപ്പോഴും ഇതൊന്നും അറിയാതെ അവൻ്റെ വാക്കുകൾ നൽകിയ ആശ്വാസത്തിൽ
കുറച്ചു മുന്നേ നടന്ന ആ പേടിപ്പെടുത്തുന്ന നിമിഷം പോലും മിത്ര മറന്നു തുടങ്ങിയിരുന്നു. തുടരും.